അനധികൃതമായ സ്ഥലത്താണ് ആ കോട്ടയിൽ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. അത് ക്രമേണ നിലംപരിശാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് പാറക്കൂന, കരിങ്കല്ലിൻ കൂന, കല്ലുകൂന, ഇതില്ല. ആ റിപ്പോർട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഭൂരഹിതരായ പാവപ്പെട്ട ആളുകൾ 2 സെന്റ് 3 സെന്റുകാർ 1/2 സെന്റ് കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ആളുകൾക്ക് അവരെ താമസിപ്പിക്കാൻ പുരവെക്കണം. അതിനീ കല്ലും മണ്ണും എല്ലാം ഉപയോഗിക്കാം. മോന്റെ കഴുത്തിനൊന്ന് പിടിക്കാൻ തന്നെ വേണ്ടി തയ്യാറായി എന്നറിഞ്ഞപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി കാണുന്നു. പിടി വീഴുമെന്ന് മനസ്സിലാക്കി അത് ആരുടെ കൈകൾ എന്തെങ്കിലും കൈ തന്നെ കഴുത്തിന് വരാൻ പോകുന്നു എന്ന് വന്നതോടുകൂടി ഇട്ടേച്ചു ഓടി. ഇത് തന്നെയായിരിക്കും മറ്റു സ്ഥലങ്ങളിലും വരാൻ പോകുന്നതെന്ന് മനസ്സിലായി. ഞാനൊരു പ്രസ്താവന നടത്തി. ഞാൻ വിവരങ്ങളെല്ലാം തന്നെ ബാങ്കുകളിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും വാങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സഹോദരിമാരെയും അമ്മമാരെയും ചതിച്ച ചതിയനായ നടേശനെ കൽത്തുറുങ്കിൽ അടപ്പിക്കാൻ ആവശ്യമായ നടപടികളെല്ലാം എന്റെ പ്രസ്താവന വന്നതിന് ശേഷം നടേശൻ പറയുകയാണ്, PS പറഞ്ഞിരിക്കുന്നതൊന്നും ശരിയല്ല. ഞാനിതുപോലെ വഞ്ചന കാണിച്ചുവെങ്കിൽ തൂക്കുമര വേറാൻ ഞാൻ തയ്യാറാണ്. നടേശവും മോഷണ കേസില് തൂക്കുമരമില്ല. കൽത്തുറുങ്കിൽ അഴിയണ്ണുകയാണ് കിടക്കേണ്ടി വരും. ഈ തരത്തിൽ നടേശനുമായ വിവാദം ഇങ്ങനെ പത്രങ്ങളെല്ലാം തന്നെ കൊടുത്തു തുടങ്ങിയപ്പോൾ BJPക്കാർ കരുതി ഈ പകരയും കൊണ്ട് നടന്നാൽ വോട്ടൊന്നും വലുതായി കിട്ടാൻ പോടില്ല. BJP SNDP മുന്നണി പ്രായോഗികമാകാൻ പോകുന്നില്ല എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ മാധവൻ
സന്തോഷു മാധവൻ ഇന്നെവിടെ? കൽത്തുറുങ്കിൽ. അയാൾ പോലീസിനോട് പറയുന്നു, ഞാൻ ചെയ്തു പോയി. എടോ, താൻ കാസറ്റും എടുത്തെന്ന് പറഞ്ഞല്ലോ. ഈ ചെയ്യുന്നതെല്ലാം ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാസറ്റ് എടുത്തത്. എടുത്തുപോയി. കാസറ്റ് വിൽപ്പന നടത്തി അതിന്റെയും കാശ്. കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിലും ഇത് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി കാശിന് വേണ്ടി. എന്താ ഒരു സ്വാമിയാണോ? ഭദ്രാനന്ദൻ, ഗിദ്രാനന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വാമിമാരുടെ നമ്പർ കൂടി വരികയാണ്. അന്വേഷിച്ച് കഴിയുമ്പോൾ എന്താ ഇവന്റെയൊക്കെ കഥ? 5 കൊല്ലം മുമ്പ് ഗുണ്ടാപ്പണിയായിട്ട് നടന്നവൻ ഷേവ് ചെയ്യാതെ വന്നപ്പോ താടി വളർന്നു. ഷേവ് ചെയ്യാതിരുന്ന പിന്നെ താടി വളരി. ഇങ്ങനെ താടിയായിട്ട് ഉടനെ തന്നെ സ്വാമി ഗിബി എന്നുള്ള പേര് വിട്ട് പോരാട്ടത്തിൻ പൊന്മുത്ത്